ഹായ് എല്ലാവർക്കും നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോയും കൊണ്ട് വരുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കുറേ നാൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനുള്ള നമുക്ക് തന്നെ മടിയായി തുടങ്ങും. എന്നായിരത്തിനാണെന്നൊരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ശകലം അയല കിട്ടി. എല്ലാവരും അയല കറി വയ്ക്കാറുണ്ട്, മുളകിട്ട് വയ്ക്കാറുണ്ട്, തേങ്ങ അരച്ചൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ വെക്കുന്നത് മൈ ഓൺ സ്റ്റൈലിലാണ്. അപ്പോൾ എൻ്റെ സ്റ്റൈൽ നിങ്ങൾക്കറിയത്തില്ലല്ലോ, ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയല കറി വെച്ച്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂട്ടൊക്കെ ആദ്യമേ അരച്ചൊക്കെ വെച്ചിട്ടാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അപ്പം അത് അരപ്പിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്തോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തോ. പക്ഷേ കമൻറ്റ് ഇടാൻ മറന്നു പോകല്ലോ കേട്ടോ. എല്ലാവരും കമൻറ്റ് ഇടണം. അപ്പം വീഡിയോയിലേക്ക് പോയാലോ, വായു. അപ്പോൾ പ്രധാനമായിട്ടും വേണ്ടത് അയലയാണ്. ഞാൻ അയലയുടെ തലയൊന്നും കളയില്ല. ആൾക്ക് തല വേസ്റ്റെല്ലാം കളയും, പക്ഷേ തല ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യാറുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അയല നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കരിവേപ്പില വേണം, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പച്ചമുളക് വേണം. പിന്നെ കുടംപുളിയാണ് ഇതിൽ ചേർക്കുന്ന, പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം. പിന്നെ വേണ്ടത് കടുകും ഉലുവായും, ഇത് രണ്ടും വേണം. പക്ഷേ ഒരു കൂട്ട് തയ്യാറാക്കി ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഇത് റെഡിയാക്കി വെച്ചു. കാരണം വീഡിയോയുടെ കാര്യം ചിന്തയിലുണ്ടായിരുന്നില്ല. അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് വീഡിയോയെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിൽ ഒരു കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് അയല നിങ്ങൾക്ക് മീൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് എടുത്തോണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഉലുവ അല്പം പൊടിച്ചതുണ്ട്. ഇത്രയും ചേർത്ത് അതിൻ്റെ കൂടെ കരിവേപ്പില തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ച് വെച്ചേക്കുന്നത്. ആ അരപ്പാണിത് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം മീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ അതിനാവശ്യമായ രീതിയിൽ അളവെടുത്തോണം മുളകൊക്കെ കേട്ടോ. എനിക്ക് അതിൻ്റെ അളവ് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഞാൻ എടുത്തിരിക്കുന്ന മീനിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് തന്നെയാണ് ഞാൻ ആ മുളക് പൊടിയൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ച് വെച്ച കൂട്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചട്ടി എന്ന് പറഞ്ഞ സാധനം വേണം. അതിലാണ് ചട്ടി എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കി നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെച്ച് പരിപാടി തുടങ്ങിയേക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ചട്ടിയിൽ ഒരല്പം വെള്ളത്തിൻ്റെ അംശമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പറ്റി പോട്ടെ. അതിനുശേഷം സിമ്മിലാണ് വെച്ചേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ ചട്ടി പുകയും അതിന് മൊത്തം പുകമയോ ആവുമോ എന്നറിയത്തില്ല, ബട്ട് നോക്കാം. ഓക്കെ. അതിലേക്ക് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണമെന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. ഒന്നാമത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില, രണ്ടാമത് വെളിച്ചെണ്ണ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയപ്പെടുന്നു. സോ അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. അതിനുശേഷം നമുക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. ചട്ടി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു ലേശം ഒന്ന് ചൂടായി. എണ്ണ ചൂടായില്ല സൈ, എണ്ണ ചൂടാകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ ഒരു അസാധ്യമായ സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ തീ ഒന്ന് കുറച്ച് കൊടുത്തേക്കാം. അത് രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തിടണം, അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക. അപ്പോൾ ഏകദേശം അത് പൊട്ടിയിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയെ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നീക്കണം, നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്കിത് ഈ കൂട്ടത്തിലുള്ള പച്ചമുളകിനെ കൂടെ ഞാൻ അങ്ങ് ഇട്ടേക്കുവാണ്. അതിൻ്റെ ആ സുനയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് കളയേണ്ട കാര്യമില്ല, ഒരു രസമല്ല, ഭംഗി കിടക്കട്ടെ. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ളൊരു സാധനമാണ് കരിവേപ്പില. ഈ സാധനം നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ പറമ്പിൽ പോയി കട്ടോണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കരിവേപ്പിലയും കൂടെ നമ്മളതിലേക്ക് ഇടുകയാണ്. അതിൻ്റെ ഒരു തണ്ടും കൂടെ എത്തുമ്പോൾ ഒരു രസത്തിനാണ് കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടുകൂടെ നമ്മൾ ഇതെല്ലാ സാമഗ്രികളോട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഓക്കെ. ഇഞ്ചിയും കടുകും കരിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് തക്കാളിക്കയും കൂടെ, ഒരു തക്കാളിക്കയും കൂടെ കൂട്ടി അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പ് എടുത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. അപ്പോൾ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചൊരു മുഴുവൻ ഇതിനകത്ത് പോരട്ടെ. നമുക്കൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ സിമ്പിളാണെന്നറിയാമോ? നമ്മൾ അടിപൊളിയായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, ഭയങ്കര സിമ്പിളുമായിരിക്കും ഈ കറി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. തീ ഒരുപാട് കൂട്ടിയൊന്നും വെക്കരുത്, ചെറിയ ഒരു സിമ്മിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നതാണ് പാകം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരട്ടെ. വഴണ്ടിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഫോണിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഞാൻ കാണുമ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് ചേർത്ത് വെച്ച അരപ്പിൻ്റെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ കൈയൊക്കെ ഇട്ട് വൃത്തിയാക്കല്ലെന്ന് വിചാരിക്കില്ല, കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ വേണ്ട കൈയൊക്കെ ഇട്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ അമ്മമാരും വെക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒരു ബാഡ് കമൻ്റായിട്ട് പറഞ്ഞേക്കരുതാരും കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ അരപ്പ് നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർക്കുകയാണ്. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു സ്പൂൺ ഒരു ലേശം കൂടി ഇട്ടാൽ മതി. ഉപ്പിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞ് തൊട്ട് പോലെ നമ്മൾ ഈ പുളി കഴുകി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ, പുളി വെള്ളമാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മുളക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒരു തിളയെല്ലാം ആയിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് കരിവേപ്പില എടുത്ത് കയ്യിലിങ്ങനെ ഒന്ന് ഞവടുക, എന്നിട്ട് ഇങ്ങനെ നാക്കിയേക്കുക. അത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചുമ്മാ ഒരു രസം, ഇതൊക്കെ ഒരു ഭംഗി രസം എന്നൊക്കെ എല്ലാവരും പറയാം. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ. തിളച്ച് ഒരു തിള വന്ന് ആദ്യത്തെ തിള വരുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളച്ച് വരട്ടെ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുന്ന ഈ അരപ്പിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായി തിളയ്ക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കാനെ കൊണ്ട്. എന്നിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന അയലയുടെ കഷ്ണങ്ങളാണ്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതായിട്ടും തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത്രയൊക്കെ ചെയ്താൽ മതിയാവും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരു 3-4 അയലയുടെ തല, ആ 4 അയലയാണ് കിട്ടിയത് കേട്ടോ. ആ 4 അയലയുടെ തല ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കില്ല. കാരണം എന്താണെന്നറിയുമോ? അയലയുടെ തല വറക്കാൻ അടിപൊളിയാണ്. വറുത്താൽ പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അയലത്തല അളിയന് കൊടുക്കാൻ പാടില്ല, കാരണം അളിയന്മാർ വീട്ടിൽ നിന്ന് പോകത്തില്ലെന്നാണ് കാരണന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ അയലയുടെ തല സെപ്പറേറ്റ് വറക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഒരു 2 കരിവേപ്പില, നമുക്ക് കിട്ടാനില്ലാത്തൊരു സാധനമാണ് കരിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനൊരു 2 എണ്ണം കൂടി ഇട്ടിട്ട് ഞാൻ അരപ്പിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുകയാണ്. ചട്ടിയുടെ അരപ്പ് ഞാനിങ്ങനെ മൂടി വയ്ക്കത്തില്ല, മൂടി വെച്ചിട്ട് ഞാനത് തിളപ്പിക്കാറില്ല. തുറന്ന് വെച്ച് തന്നെയാണ് തിളപ്പിക്കുന്നത്, പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പലരും പറയും മൂടി വെച്ചാലാണ് പെട്ടെന്ന് പറ്റുക, എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അയല നല്ല പറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡിയാണ്. നല്ല ഉപ്പും പൊടിയൊക്കെ പാകത്തിനുണ്ട്. ഞാൻ നോക്കിയിട്ടോ, ഒന്ന് സമാധാനത്തൊന്ന് നോക്കിയേക്കാം. നല്ല കുറുകിയ ചാറാട്ടോ. അടിപൊളി. നല്ല ഉപ്പും പുളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനുണ്ട്. ആ പുളി ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ നല്ല ചെറിയ 1-2 കഷ്ണം ഇട്ടാൽ മതി. നല്ല പുളിയുള്ള കുടംപുളിയായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ അയല മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അപ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തേക്കിൻ്റെ അയലക്കറി മുളകിട്ടത് അത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. നിങ്ങളൊരു തവണ അങ്ങനെ ഇതുപോലല്ല എങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ഇനിയും പഴയ പോലെ മറന്നൊന്നും പോകത്തില്ല, മടി പിടിച്ചിരിക്കത്തുമില്ല. നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, അപ്പം കമൻറ്റ് ഇടാൻ മറന്നു പോകല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.